നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ ഒരുവിധ സുഖം തന്നെ. നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു റെസിപ്പിയാണ്, നാടൻ റെസിപ്പിയാണ്. കിച്ചണിൽ ഊണിന് വേണ്ടിയുള്ള ഒരു റെസിപ്പി. അതായത് ഒരു ക്യാബേജ് തോരൻ. അത് ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എനിക്ക് നല്ല ശരീരസുഖമില്ലെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ പോരായ്മകളൊക്കെ. വരും നമുക്ക് കിച്ചണിലേക്ക്. ഇന്ന് ഞാൻ ഉച്ചയൂണിന് വേണ്ടി ഒരു തോരൻ വയ്ക്കാൻ പോവുകയാണ്. ക്യാബേജ്, ഒരു കഷ്ണം ക്യാബേജും 2 പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് ഒതുക്കിയെടുക്കുന്നതിന് വേണ്ടി കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളുത്തുള്ളി, ജീരകം, ഇത്രയും മാത്രം. ഇതിനെ ഒന്ന് മിക്സിയിൽ വെച്ച് ഒതുക്കിയെടുക്കും. ഇതിനെ ആദ്യം ഞാൻ കടുക് വറുത്തിടാൻ പോവുകയാണ്. എനിക്ക് നല്ല ശരീരസുഖമല്ല, ശരീരവും ഒരു കൈയെല്ലാം അതിഭയങ്കരമായ വേദന എന്നെക്കൊണ്ട്. എങ്കിലും ഞാൻ എന്തെങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. ഡെയിലി ചെയ്യുന്ന എന്തെങ്കിലും കേട്ടോ. എനിക്കില്ലെങ്കിൽ നിങ്ങളെയൊക്കെ മിസ്സാവും എന്നതുപോലെ തോന്നും. ശരി, ഇതിനെ ഞാൻ കടുക് വറുത്ത് ഇടട്ടെ. ഞാൻ കടുക് തളിച്ച് അതിലേക്ക് ആ ക്യാബേജും പച്ചമുളകും ചേർക്കും. 1 ടീസ്പൂൺ ഉഴുന്ന് കൂടെ ചേർക്കും. അതെ, അതടക്കുന്നുണ്ട് ഉഴുന്ന്. അതാ ഈ സാധനം തന്നെ. അത് 1 ടീസ്പൂൺ ചേർക്കും. അതെ, നമുക്ക് തോരൻ വായിൽ വയ്ക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് കടിക്കാൻ കിട്ടും. അത് നല്ല രസമാണ്. ഇതിലേക്ക് ഞാൻ ഉപ്പ് വെള്ളം മാത്രം, എണ്ണയും ഉപ്പ് വെള്ളവും മാത്രം ഒഴിക്കും. ഇത് ഉപ്പ് നീരൊഴിക്കുകയാണ്. മതിയാവും. വഴറ്റി അടച്ചിട്ട് വേവിക്കും. വെള്ളം ഒഴിക്കണ്ട, എണ്ണയും ഉപ്പ് നീരും അതിൽ വെന്തോളും ക്യാബേജ്. വെന്തതിന് ശേഷം ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന അതിട്ട് ചുറ്റി ഉലർത്തി, അരപ്പിട്ട് ചുറ്റി ഉലർത്തി വാങ്ങാം. വേട്ടെ ക്യാബേജ് വെന്ത് കഴിഞ്ഞു. ഞാൻ ഇതിലേക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന ഈ അരപ്പ് ചേർക്കുകയാണ്. ഞാൻ ആദ്യം ചേർത്ത ഉപ്പ് പാകമായിരുന്നു. അതെല്ലാത്തിനും അങ്ങനെ ഞാൻ ഉദ്ദേശം വെച്ച് ആദ്യം ചേർക്കും. പക്ഷേ ഞാൻ ഒരിക്കലും കൂടെ അനുവദിക്കില്ല, കുറച്ചേ ചേർക്കും. കുറഞ്ഞാൽ നമുക്ക് ചേർക്കാമല്ലോ, കൂടിപ്പോയാൽ എന്ത് ചെയ്യാൻ പറ്റും. ഇതിനെ ഇനി ചിക്കി ഉലർത്തിയെടുക്കുമ്പോൾ അതൊരു തോരനായി. ഉലർത്തിയെടുക്കട്ടെ. അങ്ങനെ ക്യാബേജ് തോരൻ റെഡിയായി. ഇത്രയേ ഉള്ളൂ എൻ്റെ സിമ്പിൾ വീഡിയോ ഇന്നത്തെ. ഇത്രയും സമയം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ നന്ദി. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.